എൻ്റെ പേര് ഷീബ ജെയിംസ്. ഞാൻ വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ അംഗമാണ്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഒക്ടോബർ 5-ാം തീയതിയാണ്. അന്നിവിടെ ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ഇങ്ങനെ തകർന്ന മനസ്സോടുകൂടി കരഞ്ഞ് ആണ് ആദ്യമായിട്ട് വന്നത്. പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കണ്ണീരില്ല. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മകന് ജനിച്ച അന്ന് മുതൽ എന്നും അസുഖമായിരുന്നു. അവൻ്റെ പേര് ഇമിനോഫിൻ, മോൻ്റെ പേര്. അവന് എന്നും അസുഖം. ആഴ്ചയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവും. അങ്ങനെ ചെറുപ്പം മുതൽ അസുഖമായി മരുന്നൊക്കെ കഴിച്ച് എപ്പോഴും അവനൊരു ഊർജ്ജസ്വലതയില്ലാതെ ആണ് അവൻ്റെ ഇരിപ്പ്. LKG-യിലൊക്കെ ചേർത്തു, സ്കൂളിൽ ചേർത്തിട്ടും കുട്ടികളുടെ കൂടെ കളിച്ചിട്ടും അവൻ കളിക്കാനൊന്നും പോകാറില്ല. അവനിങ്ങനെ എപ്പോഴും എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പം മരുന്ന് അതുപോലാണ് ചെല്ലുന്നത്, ഹെവി ഡോസ്. ഭക്ഷണം അധികം കഴിക്കാറില്ല. അപ്പം ഹെവി ഡോസ് മരുന്ന് പോയിട്ട് എപ്പോഴും ഒരു മൂകത പോലെ എവിടെയെങ്കിലും പോയി ഒതുങ്ങി ഇരിക്കും. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ എപ്പോഴും കിടക്കും. കളിക്കേണ്ട പ്രായത്തിലൊന്നും അവനധികം ഓടി കളിക്കാറില്ല. അങ്ങനെ 9ാം ക്ലാസ് വരെ അവൻ പഠിച്ചു. 9ാം ക്ലാസ് കഴിഞ്ഞപ്പം 10ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോഴാണ് SSLC എക്സാം എന്ന വലിയൊരു കടമ്പ വന്നത്. അപ്പോൾ സ്കൂളുകാർക്ക് ബുദ്ധിമുട്ടായി, ഇവനെ എങ്ങനെ എഴുതിപ്പിക്കും. സ്കൂളിൽ എക്സാം എഴുതിപ്പിക്കുന്ന കാര്യമൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങളെ അവർ വിളിപ്പിച്ചു. എല്ലാവർക്കും വിഷമമായി. അവസാനം സ്ക്രൈബിനെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കാമെന്നുള്ള രീതിയിലായി. 10ാം ക്ലാസ്സിൽ സ്ക്രൈബ് എക്സാം എഴുതി അവൻ SSLC പാസ്സായി. അതിനുശേഷം വീട്ടിൽ അവൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവൻ ചെയ്യാനും ഒക്കെ മിടുക്കനാണ്. അപ്പം ഞങ്ങളും അവനെ വഴക്ക് പറയാൻ തുടങ്ങി. നീ വീട്ടിൽ മിടുക്കനാണല്ലോ, അപ്പോൾ അതുപോലെ നിനക്ക് പഠിക്കുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ എന്നപ്പം ഞങ്ങളും കൂടി വഴക്ക് പറഞ്ഞപ്പോൾ അവനത് മാനസികമായിട്ട് ഒത്തിരിയേറെ മുറിവുകളുണ്ടാക്കി. അവനത് ഈ അടുത്ത ഇടെയാണ് ഞങ്ങളോടതൊക്കെ പറയുന്നത്. അങ്ങനെ വീണ്ടും +2-ന് കൊണ്ടുപോയി ചേർത്തു. +2-ന് ഇതേ അനുഭവം തന്നെ. ഒരു 2 ആഴ്ച കൂടുമ്പോൾ 3 ദിവസമൊക്കെയാണ് അവൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. അവസാനം അവിടെയും സ്ക്രൈബ് തന്നെ അവൻ എഴുതേണ്ടി വന്നു. അങ്ങനെ എക്സാമൊക്കെ എഴുതി പാസ്സായി. പിന്നീട് അവന് പഠിക്കണം എന്നില്ല. അവൻ ഞങ്ങളോട് പറയുന്നില്ല, പഠിത്തമൊക്കെ വെറുത്തു, ഇനി ഒന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാമെന്നൊരു ഇതായിരുന്നു അവന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ കാശുരൂപം പിടിച്ച് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവിനോട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇവനൊരു വേദനയായിരുന്നു വീട്ടിൽ, എപ്പോഴും അസുഖം. ഇവനൊന്ന് ചുമച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം പോവും. എന്തോ അസുഖമാണെന്ന് നമുക്കറിയാം. ഓണത്തിനോ ക്രിസ്തുമസിനോ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അന്ന് നല്ല ഭക്ഷണം കഴിച്ച് അവനൊന്ന് ഛർദ്ദിക്കും. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പനിക്കോള് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ വിഷമിച്ചിരുന്നു. എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി, ഞങ്ങളുടെ ഒരു 2 കിലോമീറ്ററുള്ളിൽ ഒരു പോളിടെക്നിക് കോളേജ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി അവരോട് ചോദിക്കാം, പഠിച്ചെഴുതാൻ പറ്റാതെ പ്രാക്ടിക്കലൊക്കെ ചെയ്യാൻ പറ്റുന്ന തരം എന്തെങ്കിലും കോഴ്സുണ്ടോ അവന് പറ്റിയത്. അങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ കോളേജിൽ ചെല്ലുവാണ്. കോളേജിൽ ചെല്ലുമ്പം എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്, ചേട്ടനും ഞാനും ഇവനും കൂടി. അവിടെ ചെന്ന് കോഴ്സുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അറിഞ്ഞു. അധ്യാപകരൊക്കെ നന്നായിട്ട് പറഞ്ഞൊക്കെ തന്നു. അപ്പോൾ ഇവനോട് അധ്യാപകരൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പം ഇവനോട് പറയുകയാണ്, മോനെ നിനക്ക് ലാംഗ്വേജ് നിൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇംഗ്ലീഷ്, മലയാളം, തമിഴ് നന്നായിട്ട് അവൻ കൈകാര്യം ചെയ്യും. അപ്പം മോൻ്റെ കയ്യിൽ ലാംഗ്വേജസ് ഉണ്ടല്ലോ, അപ്പം മോന് പറ്റും. മോൻ്റെ അത്രയും കഴിവുകളില്ലാത്ത കുട്ടികൾ പോലും നല്ല മാർക്കോടുകൂടി ഇവിടുന്ന് പാസ്സായിട്ടുണ്ട്. അങ്ങനെ അവനെ എൻകറേജ് ചെയ്തു. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ അധ്യാപകർ അവനോട് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് അവനൊരു ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ് എന്നും പറഞ്ഞൊരു കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇവൻ അതിലങ്ങ് പിടിച്ചു. അപ്പം എനിക്കങ്ങ് വെപ്രാളമായി. ഞാൻ പറഞ്ഞു, ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി എഴുതാനുണ്ട്, നിന്നെക്കൊണ്ട് അത് പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതിൽ തന്നെ ഉറച്ചു നിന്നപ്പം അവൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, അവൻ പറഞ്ഞെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് വിടണം, ബാക്കി മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഒന്ന് പറയാൻ വിട്ടുപോയി. ഈ ഹെവി ഡോസ് മരുന്നൊക്കെ കഴിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ വേദനയ്ക്കിടയിൽ +1-ന് പഠിക്കുമ്പോൾ അവന് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഇതുപോലെ കൃപാസനത്തിൽ വരാൻ ഞങ്ങൾ 3 മണിക്ക് എണീറ്റ് ഒരുങ്ങി കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഫിക്സ് വന്നു. ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. അപ്പോൾ അത് വേദനയ്ക്ക് മുകളിൽ വേദനയായി. അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹെവി ഡോസ് ഗുളികയുടെ കൂടെ
മറ്റേ ഫിക്സിൻ്റെ രാവിലെയും വൈകിട്ടും ഓരോ ഡോസും കൂടി. അപ്പം പിന്നീട് അവൻ സംസാരിക്കാതായി, ആരോടും സംസാരിക്കത്തില്ല. എപ്പോഴും അവൻ എപ്പോൾ ചെന്നാലും റൂമിൽ കയറി അവൻ കിടക്കുന്നതാണ്. വീട്ടിലെപ്പോഴും അവൻ കിടപ്പാണ്. അത് കണ്ടാൽ നമുക്ക് സഹിക്കുകയില്ല, അതുപോലെ ഒരു വിഷമം. അങ്ങനെ അവൻ കോളേജിൽ പോയി അത്യാവശ്യം നല്ല ആക്റ്റീവായി, എല്ലാവരുമായിട്ട് കൂട്ടുകൂടുന്നു. ഇവനെ എല്ലാവർക്കും ഇഷ്ടമാണ്, അധ്യാപകർക്കുമൊക്കെ എല്ലാവരോടും എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ കോളേജിൽ പോയി ഒരു ദിവസം ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് അവനെ പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിട്ട് അവിടെ ഉറക്കം ഇളച്ചതിൻ്റെ അന്നാന്ന് തോന്നുന്നു. അന്ന് രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റപ്പോൾ വീണ്ടും അവന് ഫിക്സ് വന്നു. രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഭയങ്കര വിഷമമായി. ഞങ്ങളെല്ലാവരും അങ്ങ് വിഷമിച്ചിരുന്നു. 2-3 ദിവസമായിട്ടും അവനങ്ങ് അസുഖമൊന്നും മാറുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ ഇവനെയും കൂട്ടി എല്ലാവരുമായിട്ട് കൃപാസനത്തിൽ വന്നു. അവന് നിൽക്കാൻ മേല, കുഴഞ്ഞു പോന്നു. ചേട്ടൻ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് അവൻ തന്നെ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. പിന്നീട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എന്നെ ഒക്കെ അതിശയിപ്പിക്കുന്ന പോലെ ആയിരുന്നു. ഞാൻ പ്രാർത്ഥനയിൽ ഉഴപ്പുന്നത് പോലെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇവനെ കാണുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഊർജ്ജം വരാൻ തുടങ്ങി. രാത്രി 9-9:30 ആകുമ്പോൾ എല്ലാവരും കിടക്കാനായിട്ട് റൂമുകളിലേക്ക് പോകുമ്പം ഇവൻ തിരി കത്തിക്കുന്ന റൂമിൽ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിലിരുന്ന് സ്വന്തമായിട്ട് ജപമാല ചൊല്ലുക, അവൻ്റേതായ പ്രാർത്ഥനകൾ. രാവിലെ അവൻ എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ എല്ലാ പ്രാർത്ഥനകളും നടത്തി ഒരു 10-10 എപ്പോഴാണ് അവൻ കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരുന്ന് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ. മാതാവ് അവനെ ചിരിച്ചു കാണിക്കുന്നു. ഒരു വിഷമം വന്നാൽ ഓടിപ്പോയി അവൻ ആ ഫ്രണ്ടിൽ പോയിരിക്കും. അപ്പം ഞാനവനെ വഴക്ക് പറഞ്ഞാലും അവൻ പറയും, എനിക്ക് മാതാവിനറിയാം ഞാൻ ആരാന്ന്, മാതാവിനറിയാം. എന്ത് പറഞ്ഞാലും അവൻ മാതാവിനറിയാം, ഈശോയ്ക്കറിയാം എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം നന്നായിട്ട് ബലപ്പെട്ടു. അതിനുശേഷം 3-ാമത്തെ മാസം പുതുക്കിന് ഇവിടെ വന്നപ്പോൾ അവൻ ഒരു ഷോപ്പർ നിറച്ച് ഗുളികയാണ് അവൻ കഴിക്കുന്നത്. അവന് മൂക്കിനുള്ളിൽ സ്പ്രേ ചെയ്യണം, ഇൻഹീലറുണ്ട്, ഗുളികകളുണ്ട്. ഒരു കെട്ട് നിറച്ച് അവൻ ഞങ്ങളുടെ ബാഗിനൊപ്പം അവൻ ആ കെട്ടും എടുത്തു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവൻ ഈ മാതാവിനോട് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ ഈ മരുന്ന് കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗുളികകളെല്ലാം ഇവിടെ കൊണ്ട് കാണിച്ചിട്ട് പിന്നീട് അവനത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇവൻ്റെ ഈ അസുഖവും ഇവൻ്റെ ആ ഫീലിങ്സൊക്കെ കണ്ടിട്ട് വിഷമം തോന്നി. അന്നേരം ഇവൻ പറഞ്ഞു, അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? ഇവൻ അൾത്താര ശുശ്രൂഷയാണ് പള്ളിയിൽ. ഞാൻ ഈ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വീണ് മരിച്ചാൽ ഈശോയ്ക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം. നമുക്ക് എല്ലാവർക്കും അതിൽ വരെ ഒരു നല്ല മരണമുണ്ടോ അമ്മേ എന്ന് ചോദിച്ചാൽ പിന്നീട് അവൻ മരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ സംസാരിച്ചപ്പോൾ ഞാൻ ഒരമ്മയെന്നുള്ള നിലയിലുള്ള എൻ്റെ വേദനകളെല്ലാം പോയി. ഇപ്പോൾ എനിക്ക് അവനെ ഓർത്തൊരു വിഷമവുമില്ല, പപ്പായ്ക്കുമില്ല, ഞങ്ങൾക്ക് ആർക്കും അവനെക്കുറിച്ച് ഒരു വിഷമവുമില്ല. അവൻ ചുമച്ചാലോ അവൻ എന്ത് അസുഖം വന്നാലും ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല. ഇപ്പം അവൻ അമ്മയുടെ കരങ്ങളിലാണ്. അമ്മയാണ് അവനെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എക്സാം +2-നും 10-ാം ക്ലാസ്സിലും സ്ക്രൈബ് എഴുതിയതുകൊണ്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ഇവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഞാൻ ജയിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല, പക്ഷേ ഞാൻ ഇത്തവണ പരീക്ഷ എഴുതും എന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും അവൻ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. ജയിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അവൻ എഴുതി. അവൻ്റെ ആഗ്രഹപ്രകാരം മാതാവിനോട് പറഞ്ഞതുപോലെ മാതാവ് അവനെ കൊണ്ട് ആ പരീക്ഷ എഴുതിപ്പിച്ചു. അതുപോലെ തന്നെ അവൻ്റെ കോൺഫിഡൻസ് ലെവല് അവനെ സംസാരിക്കും. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ, എന്താടാ നിനക്ക് വയ്യേ, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ വേണ്ട പറയാം, അത് മാതാവ് നോക്കിക്കോളും, ഈശോ നോക്കിക്കോളും, അമ്മ എന്തിനാ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നത്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ലെവല് കൂടിയിട്ടുണ്ട് അവൻ്റെ. പണ്ട് ഇവൻ അങ്ങനെ ആയിരുന്നില്ല. ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്ത ആ ദിവസങ്ങളൊക്കെ എനിക്ക് മൈഗ്രെയിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. വണ്ടിയെ കയറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലൊക്കെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഭയങ്കര അതിശക്തമായിട്ടുള്ള തലവേദന ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എഴുത്തിന് പോയതിന് ശേഷം അതെപ്പോഴാണ് വിട്ടുപോയതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം അതുപോലുള്ളൊരു തലവേദന വന്നിട്ടില്ല. എനിക്ക് ഉപവാസം എടുത്താലോ അല്ലെങ്കിൽ അങ്ങനെ വിശന്നിരുന്നാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. 15 വർഷം പഴക്കമുണ്ടായിരുന്നു. അത് മാതാവ് എനിക്ക് മാറ്റി തന്നു. അതുപോലെ ഞങ്ങളുടെ വീടൊരു കുന്നിൻ്റെ ചെരുവിലാണ്. അപ്പോൾ 19 വർഷമായിട്ട് അവിടെ ഞങ്ങൾക്ക് വഴിയില്ല. ഞങ്ങളൊരു ഊടുവഴിയിൽ കൂടിയാണ് കയറി പോകുന്നത്. കുടയൊക്കെ പിടിച്ചുകൊണ്ടൊന്നും, നമുക്ക് മഴയത്ത് കുട പിടിച്ചുകൊണ്ടൊന്നും നടക്കാൻ പറ്റാത്ത ഒരു ഊടുവഴി. അപ്പോൾ അതങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പല സാക്ഷ്യങ്ങളിലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഉപ്പ് വിതറി കാശുരൂപം കൊണ്ടേ കുഴിച്ചിട്ടു, അപ്പോൾ നമുക്ക് വഴി ലഭിച്ചു എന്ന്. അപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി. ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, ഞാൻ എൻ്റെ വഴിയിലുടനീളം ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി ജോലിക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് പോയി. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ഒരു കാശുരൂപം
ആ പോകുന്ന വഴിക്ക് കല്ലുകളൊക്കെ ഇളക്കി കിടന്നു. അതിനിടയിലോട്ട് ആ കല്ലുകൾക്കിടയിൽ നിക്ഷേപിച്ചിട്ട് വേറൊരു കല്ലെടുത്ത് അടച്ചു വെച്ചു, ആരും ചവിട്ടാതിരിക്കാൻ. അങ്ങനെ പോയി ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നു. രാത്രിയായപ്പം പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു മഴയും ഒരു വെള്ളപ്പൊക്കവും. അത് കുമ്മളി വനത്തിനുള്ളിൽ എവിടെയോ ഉരുൾ പൊട്ടിയിട്ട് ആരും പ്രതീക്ഷിക്കുന്നില്ല. അന്നേരം മഴക്കാലമൊന്നും അല്ല. അങ്ങനെ ഉരുൾ പൊട്ടി വന്ന് ഞങ്ങളുടെ ആ ഉള്ള നടപ്പാലവും കൂടെ പോയി. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയാം, മാതാവേ, ഞാൻ നിന്നോടൊരു വഴി ചോദിച്ചപ്പോൾ നീ എൻ്റെ ഉള്ള വഴിയും കൂടി കളഞ്ഞോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വഴിയും എല്ലാം നമുക്ക് കയറിപ്പോകുന്ന കുറേ ദൂരമുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ വളഞ്ഞു നിൽക്കുന്നു, ഭയങ്കര അപകടം പിടിച്ച സാഹചര്യമാണ് അവിടെ. അങ്ങനെ പിറ്റേന്ന് പൊതു അവധിയായിരുന്നു. പലരുടെയും വീടുകളിൽ വെള്ളം കയറി ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റോഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ MLA അവിടെ നമ്മളെ കാണാൻ വരുന്നു. അവരുമായിട്ടിങ്ങനെ മനുഷ്യരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ ജനം നിൽപ്പുണ്ട്. മനുഷ്യരുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുല്ലപ്പെരിയാർ ഡാം കണ്ടിട്ട് റോഷി അഗസ്റ്റിൻ MLA അതിലേ കടന്നു പോകാൻ യാദൃച്ഛികമായിട്ട് വന്നതാണ്. വന്ന് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഉടനെ ഞങ്ങളുടെ വഴിയുടെ കാര്യം പറഞ്ഞു. ഉടനെ തന്നെ ആ റോഡ് വെട്ടാനുള്ള തീരുമാനമായി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടം വരെയും വഴി വെട്ടിയിട്ടിരിക്കുന്നു. അതിന് കോൺക്രീറ്റ് ചെയ്യോ ടാർ ചെയ്താലോ മതി, ഒരു പാലം പണിയേണ്ടതായിട്ട് കൊണ്ട് മാത്രം അതങ്ങനെ നിൽക്കുവാണ്. അപ്പം നമുക്ക് തകർച്ചകൾ വരുന്നത് പോലെ നന്മയ്ക്കായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര സന്തോഷമാണ്. ഇപ്പം നമുക്ക് കുട പിടിച്ച് കയറിപ്പോകാം. ഞാൻ ഞങ്ങളുടെ BRCക്ക് കീഴെ നമ്മുടെ ഹിന്ദി കുട്ടികളുടെ അന്യസംസ്ഥാന കുട്ടികളുടെ വോളണ്ടിയറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് മാതാവ് തന്ന ജോലിയാണ്. അതിനധികം ശമ്പളമൊന്നുമില്ല, എങ്കിലും ഒരു വരുമാനം എന്നുള്ള നിലയിൽ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കൊറോണയായി. അപ്പം കൊറോണ സമയത്ത് ഞാൻ ശരിക്കും പഠിച്ചത് എനിക്കറിയാവുന്ന ഫാഷൻ ഡിസൈനിങ് ആണ്. വെഡ്ഡിങ് സാരിയിലൊക്കെ വർക്ക് ചെയ്യാനാണ് എനിക്കറിയാവുന്നത്. അപ്പം ഞാനൊരു സ്കൂളിലേക്ക് ഇങ്ങനെ ജോലി കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ, എന്തെങ്കിലും ഒന്ന് പഠിക്കണം, ടീച്ചിങ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കൊറോണ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് TTC NTTCയും ചെയ്തു. അങ്ങനെ ചെയ്ത് അതിനുശേഷം കോഴ്സൊക്കെ കംപ്ലീറ്റായി എക്സാമൊക്കെ എഴുതി സർട്ടിഫിക്കറ്റ് വരാൻ താമസിച്ചു. ഞാൻ സാധാരണ പോലെ കൊറോണ കാലം കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങി. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് കൊടുത്ത കൊരിയർ വരുവാണ് സ്കൂളിലേക്ക്. സ്കൂളിൽ കൊരിയർ വന്നു. അങ്ങനെ എൻ്റെ ആ മാർക്ക് ലിസ്റ്റൊക്കെ കണ്ടപ്പോൾ സാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. പോയി അംഗൻവാടിയുടെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, പോയി അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഏജ് ഓവറൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ജോലി എന്നോർത്തു. സാർ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ഞാൻ പോയി ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് പുറത്ത് വന്നത്. 7ാം റാങ്കിൽ ഞാനുണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒത്തിരിയേറെ പേരിങ്ങനെ ഇടിച്ച് നിൽക്കുകയായിരുന്നു ആ ജോലിക്ക്. എനിക്കറിയില്ല, ഇവനും ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊരു സ്ഥിരം ജോലിയെന്ന്. അങ്ങനെ ഒരു ഓർക്കാപ്പുറത്ത് എനിക്ക് സ്ഥിര നിയമനം കിട്ടി. ഒക്ടോബർ 14-ാം തീയതി ഞാൻ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്തു അംഗൻവാടിയിൽ. അങ്ങനെ പിന്നെയും ഉണ്ട് ചെറുതും വലുതുമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ. 6 നിയോഗങ്ങളാണ് എഴുതേണ്ടതെങ്കിലും എനിക്ക് 6 അല്ല, 600 അല്ല, 6000 അല്ല. ഒരു ദിവസം ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അനുഗ്രഹങ്ങളുടെ ഒരു പേമാരി എന്ന് പറയാം, അതുപോലെ എനിക്ക് അനുഗ്രഹങ്ങളാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരിയേറെ സങ്കടങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പം എനിക്ക് എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും 9 കിലോമീറ്റർ അപ്പുറയാണ് ഇടവകപ്പള്ളി. അപ്പോൾ ഞങ്ങൾ ജോലിയും കഴിഞ്ഞ് ചൊവ്വായും വെള്ളിയുമുള്ള വൈകുന്നേരത്തെ കുർബാന ഒരിക്കലും ഞങ്ങൾ മുടക്കാറില്ല. അപ്പോൾ അങ്ങനെ സ്കൂൾ വിട്ട് പോയി ആ വിശുദ്ധ കുർബാനയുടെ നിത്യാരാധന ചാപ്പലിൽ പോയി ഇരുന്ന് ഈശോയുടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പ്രതിസന്ധികൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, നമ്മളെ ചുറ്റുപാടും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈശോയോട് പറയും, എൻ്റെ പ്രതിസന്ധികളാകുന്ന ശത്രുക്കളെ നിൻ്റെ പാദത്തിന് കീഴിലാക്കുവോളം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് എപ്പോഴും ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധിയിൽ ഉടമ്പടി ജീവിക്കുന്ന ഒത്തിരിയേറെ പേര് വരുന്ന സ്ഥലമാണ് കൃപാസനം. ആ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് വിളമ്പുന്ന മേശയിൽ നീ വിളമ്പുന്നുണ്ടല്ലോ ഈശോയെ, അതിൽ നിന്ന് താഴെ വീഴുന്നതൊക്കെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. ഞാൻ എന്നാലും നിന്നെ ഈശോ മാതാവിനെയും വിട്ട് ഞാൻ പോകത്തില്ല എന്നെപ്പോഴും ഞാനിങ്ങനെ പറയുമായിരുന്നു വിഷമങ്ങൾ കൂടുമ്പോൾ. പക്ഷെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും വരുമ്പോൾ എൻ്റെ വേദനകൾക്കൊക്കെ കുമ്പസാരക്കൂട് വരെയുള്ള ദൂരമേ ഉള്ളൂ. കുമ്പസാരക്കൂട്ടി പോയി ഒന്ന് കുമ്പസാരിച്ച് ഒന്ന് കരഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ പഴയ ആളാവും. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഒക്കെ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ കിട്ടുന്ന പത്രങ്ങൾ വാങ്ങി എസ്റ്റേറ്റ് മേഖലകളിലേക്ക് പോകും. കൂടുതൽ തമിഴ് പത്രങ്ങളാണ് ഞാൻ വാങ്ങുന്നത്. എല്ലാവർക്കും കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ പത്രങ്ങൾ കൊണ്ടു കൊടുത്ത് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്.
ഇന്നും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കുറച്ച് പേര്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ 18 വർഷമായിട്ട് കാറ്റഗിസം ടീച്ചറാണ്. 20 വർഷമായിട്ട് ഞാൻ കൊയറിലുണ്ട്. അപ്പോൾ എപ്പോഴും ദേവാലയത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീനേജിലെ കുട്ടികളും അവരുടെ കുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർ വേദനിക്കുന്നവരെ കേൾക്കാൻ കൂടുതലും എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ വിളി അതാണെന്ന്. ഒത്തിരിയേറെ പേരെ കേൾക്കാനും അവരോട് സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. ഇപ്പം ഞങ്ങൾക്ക് തനിച്ചൊരു പ്രശ്നമില്ല. എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റേതെന്നില്ല. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 26-ാം തിരുവചനം. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ട ഈശോയ്ക്ക് ചുറ്റും നിന്നിരുന്ന ആളുകൾ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ വചനങ്ങളാണിവ. അസാധാരണ സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നുവെന്ന്. ഇവിടെ അമ്മയായ ഷീബയും മകൻ എലിനോറും കൂടി വന്ന് വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ പങ്കുവച്ചത്. മകൻ തന്നെ അമ്മ ഇവിടെ പങ്കുവച്ച എല്ലാ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങൾ നാം കേൾക്കുകയായിരുന്നു. ഇവരുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ സങ്കടമായിരുന്നു ഇവർക്ക്. എലിനോർ എന്ന ഈ മകൻ അവനൊരു ചുമച്ചാൽ പോലും അവർക്ക് വലിയ സങ്കടമായിരുന്നു. അവനിനി എന്ത് അസുഖമാണ് വരാനിരിക്കുന്നതെന്ന് ഓർത്ത് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ്. വളരെ വിശുദ്ധിയോടെ ജീവിക്കുവാനും എന്തു തന്നെ സംഭവിച്ചാലും ഈ അമ്മ മകനെ വളർത്തിയെടുത്തത് ഇനി എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ ഈശോയുടെ അൾത്താരയിൽ കിടന്ന് മരിക്കുന്നതാണ് എൻ്റെ സൗഭാഗ്യമെന്ന് പറയാൻ മാത്രം ഈ അമ്മയ്ക്ക് മകനെ ഉടമ്പടിയിലേക്ക് വളർത്തുവാനും അവൻ സ്വയം വന്ന് ഒരു സ്ക്രൈബിൻ്റെ സഹായത്തോടുകൂടി പരീക്ഷ എഴുതിയിരുന്ന മകൻ ഇന്ന് സ്വയം ഒരു എൻജിനീയറിംഗ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മകനാണ്. വളരെയധികം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞ കോൺഫിഡൻസോടു കൂടിയാണ് ഇന്ന് അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ സ്വയമായി ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ഫിറ്റ്സ് വന്ന കുട്ടിക്ക് കുടുംബത്തിലുണ്ടാകുന്ന ആശങ്കകൾ. ഈ മകൻ തന്നെ പറയുകയാണ്, എന്നെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മ നോക്കിക്കോളും. കുടുംബം മുഴുവനായും ദേവാലയത്തോട് ചേർന്ന് നിന്ന് കുരുവികളെ പോലെ കൂടുകൂട്ടി അൾത്താരയ്ക്ക് ചുറ്റും നിൽക്കുന്ന ഒരു കുടുംബമാണ് അമ്മ. എപ്പോഴും കൊയറിലും ദേവാലയത്തിലെ സംഗീതത്തിലും അതുപോലെ തന്നെ കാറ്റഗിസം കുട്ടികളെ പഠിപ്പിക്കുന്നതിലും ഈശോയെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ വീഞ്ഞ ഒരിക്കലും വറ്റിപ്പോവുകയില്ല, ഇവരുടെ അപ്പക്കലം ഒരിക്കലും കാലിയാവുകയില്ല എന്നുള്ള സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം അരൂപിയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഷീബയുടെ കുടുംബത്തിനും എലിനോറിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.